മലപ്പുറത്തേക്കാണ് പോകുന്നത്. അവിടെ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. വെണ്ണായൂർ AMLP സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഭക്ഷ്യവിഷബാധയേറ്റ 127 കുട്ടികൾ ചികിത്സ തേടിയിരുന്നു. ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ആരും ചികിത്സയിലില്ല. മുബഷീർ P. അക്ബറാണ് വിവരങ്ങൾ നൽകുന്നത്. മുബഷീർ, ഈ ഭക്ഷ്യവിഷബാധയേറ്റ കുട്ടികളിൽ 4 പേർക്കാണ് ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രതിരോധ നടപടികൾ എങ്ങനെയാണ്? വിനീത, പ്രതിരോധ നടപടികൾ ഊർജിതമായി തന്നെയാണ് ജില്ലാ ആരോഗ്യ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് വിശദീകരിക്കാൻ മലപ്പുറം DMO മാധ്യമങ്ങൾ കാണുമെന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം കോഴിപ്പുറത്ത് വെണ്ണായൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. ആ മേഖലയിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. തുടർന്ന് 127ഓളം കുട്ടികൾ ഇതിനെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. തൊട്ടടുത്ത തിരങ്ങാടി താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ ചികിത്സ തേടിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ ടെസ്റ്റ് പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകൾ വിദഗ്ധ സംഘം അയച്ചിരുന്നു. ഈ ഒരു പരിശോധനാ ഫലത്തിൽ നിന്നാണ് ഇത്തരത്തിൽ 4 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായി മലപ്പുറം ആരോഗ്യ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. മറ്റു കുട്ടികളും രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുന്ന ബാക്ടീരിയ മൂലമാണ് ഈ ഒരു രോഗം പടരുക എന്നുള്ളതാണ്. നിലവിൽ ഈ ഒരു 127 കുട്ടികൾ ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് ചികിത്സയിലുണ്ടായതിൽ എല്ലാവരുടെയും ആശുപത്രി വിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശ്വാസകരമായ വിവരമാണ്. ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. ഭക്ഷ്യവിഷബാധയേറ്റ 127 കുട്ടികളിൽ 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ആരും ചികിത്സയിലില്ല എന്നാണ് മുബഷീർ P. അക്ബർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുക്കി